ലോകത്തൊരു ഒരു ഗ്രന്ഥത്തിന്റെയും ഭാഷ അറിയാത്ത ഒരാൾ അതിൽ നിന്ന് ചിരിക്കാനും കരയാനും കഴിയുകയില്ല. എന്നാൽ ഖുർആൻ മനുഷ്യനെ ചിരിപ്പിക്കുകയും ചെയ്യും, ചിന്തിപ്പിക്കുകയും ചെയ്യും. ഖുർആൻ മനുഷ്യനെ കരയിപ്പിക്കുകയും ചെയ്യും. അർത്ഥം അറിഞ്ഞില്ലെങ്കിലും അത് ചെയ്യും. അർത്ഥം അറിഞ്ഞാൽ വലിയ ആഴമുള്ള അർത്ഥം അറിഞ്ഞാൽ വലിയ സ്വഭാവം, വലിയ നേട്ടം ഉണ്ടാവും. അതേസമയത്ത് അർത്ഥം അറിഞ്ഞില്ലെങ്കിലും അതിന്റെ ആഴത്തിൽ അതിനോട് താദാത്മ്യപ്പെട്ടാൽ അത് നമ്മളോട് താദാത്മ്യപ്പെടും. നമ്മൾ പരിസരത്തേക്ക് വീക്ഷിച്ചുകൊണ്ടും നാടാകെ നോക്കിക്കൊണ്ടും മുസാഫ് കയ്യിലെടുത്തുകൊണ്ടും ഓതുന്ന അപ്പണി നിർത്തിയിട്ട് നമ്മൾ ആയത്തിലേക്ക് ഇങ്ങനെ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുക. പരിശുദ്ധ ഖുർആന്റെ വചനത്തിലേക്ക് ഇങ്ങനെ ആഴത്തിലൊന്ന് ഇറങ്ങുക. അതാണ് ഫതിലാവത്തുൻ ബിതദബ്ബുരിൽ മഅനാ. ആഴത്തിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഖുർആൻ അതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിയിട്ട് അങ്ങനെ ചിന്തിച്ച് തദബ്ബുർ ചെയ്ത് അതെങ്ങനെ ചിന്തിച്ച് അതോട് താദാത്മ്യപ്പെട്ട് ഓതുക. ഇത് മനുഷ്യന്റെ ഹൃദയത്തെ നന്നാക്കുന്ന ഒരു കാര്യം. നോമ്പനുഷ്ഠിക്കുക, ഇടക്കിടക്ക് സുന്നത്ത് നോമ്പ് നോൽക്കുക. വയറ് കാലിയാക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുക, രണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ വയറ് നിറക്കാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെയോ ഖിയാമുൽ ലൈലിന്റെ രാത്രിയിൽ തഹജ്ജുദ് നിസ്കരിക്കുക. ഖുർആൻ ഓതുന്ന ആളുകൾ എപ്പോഴും ഉന്നതമായ സ്ഥാനങ്ങളിലായിരിക്കും. അവർ എത്രയേൽ പാരായണം ചെയ്തു അത്രമേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗീയ ലോകത്ത് അവന്റെ ദറജകൾ ഏറ്റിക്കൊടുക്കുമെന്നും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിന്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ നീ ഓതി ആയത്തുകളുടെ നേട്ടങ്ങൾക്ക് അത്രയുമാണ് നിന്റെ സ്ഥാനം ഉയർത്തി കൊടുക്കുക എന്ന് ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആൻ ശരീഫിലെ ആയത്തുകൾ ഓതുന്നത് ഒരു ദിവസവും നഷ്ടപ്പെടുത്താൻ പാടില്ല. എല്ലാ ദിവസവും ഓതും. ബഹുമാനപ്പെട്ട സബഉൽ മുൻജിയാത്തിനെ നമുക്ക് പ്രത്യേകിച്ച് അറിയാമല്ലോ. സബഉൽ മുൻജിയാത്ത് ബഹുമാനപ്പെട്ട സൂറത്തുൽ കഹ്ഫ്, സൂറത്തു അലിഫ് ലാം മീം സജദ, സൂറത്തു ദുഹാൻ, ബഹുമാനപ്പെട്ട സൂറത്തു യാസീൻ, സൂറത്തുൽ റഹ്മാൻ, അതേപോലെ തന്നെ സൂറത്തുൽ വാഖിഅ, സൂറത്തുൽ മുൽക്ക്, ഇതെല്ലാം പാരായണം ചെയ്യണം. അതിൽ അലിഫ് ലാം മീം സജദയുടെ പ്രാധാന്യവും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മാനാമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ യഖറഅ അലിഫ് ലാം മീം സജദ എന്ന ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹാ ബഹുമാനപ്പെട്ട അലിഫ് ലാം മീം സജദ ഓതാതെ ഒരു രാത്രിയും ഹബീബായ റസൂലുള്ളാഹി ഉറങ്ങിയിട്ടില്ല എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത് ഹളറിലായാലും സഫറിലായാലും ഏത് പ്രയാസമുള്ള യുദ്ധമുഖത്താണെങ്കിലും മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തുകൾ, ഈ സൂറത്തുകൾ പാരായണം ചെയ്യും. പതിവായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാവ് പരിശുദ്ധ ഖുർആനിൽ അങ്ങനെ ശോലായിക്കൊണ്ടേയിരിക്കുന്ന നാവാണ് ഹബീബായ നബിയുടെ നാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനെല്ലാം പുറമെയാണ് ഈ ബഹുമാനപ്പെട്ട സൂറത്തുകളെ പാരായണം ചെയ്യുന്നതിൽ ഒരു കമ്മിയും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുത്തിയിട്ടില്ല എന്ന് ഹദീസ് ശരീഫിൽ വളരെ വ്യക്തമായ കാര്യമാണ്. ഞാൻ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളോട് പറയാണ്, ഈ അധ്യായങ്ങളെല്ലാം ദൈനംദിനം നമ്മൾ പാരായണം ചെയ്യണം. അതൊക്കെ ആഴത്തിൽ ആലോചിച്ചുകൊണ്ടും അതിന്റെ ആഴങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടും ചിന്തിച്ചുകൊണ്ടും ആയാൽ വലിയ ഫലമുണ്ടാവും. മനുഷ്യന്റെ ഹൃദയം നന്നാകാനുള്ള മരുന്ന് അത് വളരെ ചിന്തിക്കണം. ചിലപ്പോഴെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്തിലും ഓർമ്മപ്പെടുത്തുക. എന്നല്ലേ അല്ലാഹു തആല മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. അല്ലാഹു ആ പറഞ്ഞ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിലേക്ക് നമ്മളെ ചേർക്കട്ടെ. അതൊന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നത് നല്ലതാണ്. എല്ലാവരും ഹൃദയം നന്നാകാനുള്ള മരുന്നുകൾ ഖംസത്തുൻ, 5 എണ്ണമാണ്. മനുഷ്യന്റെ ഹൃദയം നന്നായി കിട്ടണമെങ്കിൽ അതിന് 5 മരുന്ന് സേവിച്ചാൽ അവന്റെ ഹൃദയം നന്നാവും. ആരാണ് അത് പറയുന്നത്? ഉസ്താദുൽ അസാതീദായ ബഹുമാനപ്പെട്ട മഖ്ദൂമുൽ മഅബരി റളിയല്ലാഹു അൻഹു അവരുടെ ബഹുമാനപ്പെട്ട അദ്കിയ എന്ന ഷറഫാക്കപ്പെട്ട കിതാബാണ്. ഈ കിതാബിൽ നിന്നാണ് ഞാൻ ഇത് ഉദ്ധരിക്കുന്നത്. ലോകത്ത് ആയിരക്കണക്കായ ആളുകളെയും നൂറ്റാണ്ടുകളായ അനവധി തലമുറകളെയും ആയിരക്കണക്കായ ആളുകളെയും കുടുംബങ്ങളെയും സമൂഹങ്ങളെയും നന്നാക്കിയെടുത്ത കിതാബാണ് ബഹുമാനപ്പെട്ട അദ്കിയ. അത് ഷറഫാക്കപ്പെട്ട ഒരു കിതാബാണ്. ഈ 100 കൊല്ലത്തിന്റെ ഉള്ളിൽ ലക്ഷോപലക്ഷം ജനങ്ങൾക്ക് പരിശുദ്ധ ഹിദായത്തിന്റെ വാതിലുകൾ തുറന്നു കിട്ടാൻ ആ കിതാബിന് സബബായിട്ടുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഇവിടെ ഈ കിതാബിൽ നിന്നുള്ള ഉദ്ധരണികൾ കൊണ്ടുവരുന്നത്. ഹൃദയം നന്നാകാനുള്ള മരുന്നുകൾ ഖംസത്തുൻ, 5 എണ്ണമാണ്. ഏതാണ് ഒന്നാമത്തെ മരുന്ന്? ഫതിലാവത്തുൻ ബിതദബ്ബുരിൽ മഅനാ.
ആഴത്തിൽ ഇങ്ങനെ ഖുർആന്റെ ആഴത്തിൽ അതിനെ ആലോചിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഓടുക. അതിൻ്റെ ആഴത്തിൽ അവനവന് കഴിയുന്ന വിധത്തിൽ. ചിലർക്കർത്ഥ അറിയും, ചിലർക്കർത്ഥ അറിയില്ല. എന്തായാലും ഖുർആനോട് നമ്മൾ ഖുർആനോട് ഇങ്ങനെ താദാത്മ്യപ്പെടുമ്പോൾ ഖുർആൻ നമ്മോടും താദാത്മ്യപ്പെടും. അതിൻ്റെ ആഴം നമ്മളിലേക്ക് സ്വാധീനിക്കും. അർത്ഥമറിയാത്ത ആളുകൾ വരെ ഖുർആനോട് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അർത്ഥറിയില്ല, പക്ഷെ ഖുർആനോട് കരയും. എന്തുകൊണ്ട്? അത് ഖുർആനിന്റെ ഒരു മുഅ്ജിസത്താണ്, ഇന്നും നിലനിൽക്കുന്ന മുഅ്ജിസത്താണ്. അത് പരിശുദ്ധ ഖുർആനിന്റെ ഒരു മുഅ്ജിസത്താണ്. അതിൽ ആഴത്തിൽ ഒരാൾ അതിലേക്ക് കൊണ്ടിറങ്ങിയാൽ അവൻ അർത്ഥം അറിഞ്ഞിട്ടില്ലെങ്കിലും അതിൽ നിന്നൊരു ആശയം, അതിന്റെ ഉത്ഭൂതമായ മഹിതമായ ഒരു വഅള്, ഒരു തദ്കിറത്ത് അവനെ ഇങ്ങോട്ട് സ്വാധീനിക്കും. യാതൊരു സംശയമില്ല. ലോകത്തെ ഒരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത പ്രത്യേകതയാണ് ഖുർആന്റെ ഈ പ്രത്യേകത. ലോകത്തൊരു ഗ്രന്ഥത്തിനും ഇല്ല. ലോകത്തൊരു ഒരു ഗ്രന്ഥത്തിന്റെയും ഭാഷ അറിയാതെ ഒരാൾ അതിൽ നിന്ന് ചിരിക്കാനും കരയാനും കഴിയുകയില്ല. എന്നാൽ ഖുർആൻ മനുഷ്യനെ ചിരിപ്പിക്കുകയും ചെയ്യും, ചിന്തിപ്പിക്കുകയും ചെയ്യും. ഖുർആൻ മനുഷ്യനെ കരയിപ്പിക്കുകയും ചെയ്യും. അർത്ഥം അറിഞ്ഞില്ലെങ്കിലും അത് ചെയ്യും. അർത്ഥം അറിഞ്ഞാൽ വലിയ ആഴമുള്ള അർത്ഥം അറിഞ്ഞാൽ വലിയ സവാബും വലിയ നേട്ടം ഉണ്ടാവും. അതേ സമയത്ത് അർത്ഥം അറിഞ്ഞില്ലെങ്കിലും അതിൻ്റെ ആഴത്തിൽ അതിനോട് താദാത്മ്യപ്പെട്ടാൽ അത് നമ്മളോട് താദാത്മ്യപ്പെടും. നമ്മൾ പരിസരത്തേക്ക് വീക്ഷിച്ചുകൊണ്ടും നാടാകെ നോക്കിക്കൊണ്ടും മുസാഫ് കയ്യിലെടുത്തുകൊണ്ട് പോകുന്ന അപ്പണി നിർത്തിയിട്ട് നമ്മൾ ആയത്തിലേക്ക് ഇങ്ങനെ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുക. പരിശുദ്ധ ഖുർആന്റെ വചനത്തിലേക്ക് ഇങ്ങനെ ആഴത്തിലൊന്നിറങ്ങുക. അതാണ് ഫതിലാവത്തുൻ ബിതദബ്ബുരിൽ മഅനാ. ഫതിലാവത്തുൻ ബിതദബ്ബുരിൽ മഅനാ. ആഴത്തിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഖുർആൻ അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിയിട്ട് അങ്ങനെ ചിന്തിച്ച് തദബ്ബുർ ചെയ്ത് അതെങ്ങനെ ചിന്തിച്ച് അതോട് താദാത്മ്യപ്പെട്ട് ഓതുക. ഇത് മനുഷ്യന്റെ ഹൃദയത്തെ നന്നാക്കുന്ന ഒരു കാര്യം. നോമ്പനുഷ്ഠിക്കുക, ഇടക്കിടക്ക് സുന്നത്ത് നോമ്പ് നോൽക്കുക. വയറ് കാലിയാക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുക, രണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ വയറ് നിറക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെയോ രാത്രിയിൽ തഹജ്ജുദ് നിസ്കരിക്കുക. രാത്രിയുടെ അന്ത്യയാമത്തിൽ അല്ലാഹുവോട് പൊട്ടി പൊട്ടി കരഞ്ഞ് കാര്യങ്ങൾ പറയുക. അഞ്ചാമത്തതോ മുജാലസാത്തു സ്വാലിഹീനൽ ഫുളലാ. മുജാലസാത്തു സ്വാലിഹീനൽ ഫുളലാ. ശ്രേഷ്ഠന്മാരായ സ്വാലിഹീങ്ങളുടെ മജ്‌ലിസുകളിൽ ഹാജരാവുക. ഇതൊക്കെ വളരെ അനിവാര്യമായ സംഗതിയാണ്. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ ആദ്യം പറഞ്ഞ വിഷയം എന്താണ്? ഫതിലാവത്തുൻ ബിതദബ്ബുരിൽ മഅനാ. പരിശുദ്ധ ഖുർആനുമായുള്ള ബന്ധം ഒരു ദിവസം ഒഴിവാക്കരുത്. അത് എത്ര തിരക്കാണെങ്കിലും ഹബീബ നബി അത് ഒഴിവാക്കൂല. എത്ര പ്രയാസകരമായ സാഹചര്യത്തിലാണെങ്കിലും ഖുർആനോടുന്നത് ഹബീബ നബി ഒഴിവാക്കുകയില്ല. അത് വളരെ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരു സെക്കൻഡ് പോലും അതിൽ നിന്ന് മാറി നിൽക്കരുത്. ഒരു ദിവസം പോലും അത് ഒഴിവാക്കരുത്. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിത്യേന പരിശുദ്ധ ഖുർആൻ സദാസമയം ഓതിക്കൊണ്ടിരിക്കും. ചില പ്രധാനപ്പെട്ട സൂറത്തുകൾ ഉണ്ട്. ആ സൂറത്തുകളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ രാവിനെ ഒരിക്കലും മാറ്റി നിർത്തുകയില്ല. അതിൽപ്പെട്ട സൂറത്തുകളാണ് ബഹുമാനപ്പെട്ട അലിഫ് ലാം മീം സജദ, ബഹുമാനപ്പെട്ട സൂറത്തുൽ ദഖാൻ, ബഹുമാനപ്പെട്ട റഹ്മാൻ, ബഹുമാനപ്പെട്ട അൽ വാഖിഅ, ബഹുമാനപ്പെട്ട സൂറത്തുൽ മുൽക്ക്. ഇതൊക്കെ അങ്ങനെയാണ്. റഹ്മാൻ ഓതുന്നതിന്റെ ഓരോ ഹർഫ് അനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അബ്ദിന് പ്രത്യേകമായ ദറജ നൽകുകയും പുറത്തു കൊടുക്കുകയും ചെയ്യും. വാക്യ ഓതുന്നവർക്ക് ദാരിദ്ര്യം ഇല്ല. മുൽക്കാകട്ടെ ഫൈനഹാ സൂറത്തുൽ മുൻജിയ. അത് ഖബറിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന അധ്യായവുമാണ്. ഇതെല്ലാം മുഅ്മിനീങ്ങളുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സൂറത്തുകളാണ്. ഞാൻ ദുഖാനിനെ കുറിച്ചുള്ള 2-3-4 ഹദീസും കൂടി നിങ്ങളെ കാണിക്കാം. ഒന്നുകൂടി ശ്രദ്ധിക്കാൻ, സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യാൻ, ഓരോരുത്തരും ഒന്നുകൂടി സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യാൻ ബഹുമാനപ്പെട്ട ഇമാം ദാരിമി റളിയല്ലാഹു അൻഹു തന്റെ മുസ്നദിൽ രേഖപ്പെടുത്തിയ ഹദീസ് അൻ അബി റാഫിഅ റളിയല്ലാഹു അൻഹു മൻ ഖറഅ ദുഖാന ഫീ ലൈലത്തിൽ ജുമുഅ. ജുമുഅ രാവിലെ ഒരാൾ ദുഖാൻ ഓതിയാൽ അസ്ബഹ മഗ്ഫൂറൻ ലഹു. നേരം വെളുക്കുമ്പോഴത്തിന് അവന്റെ സകല ദോഷവും പൊറുക്കപ്പെട്ട വിധത്തിലാകുമെന്ന് ഹബീബായ പുണ്യ മുഹമ്മദ് മുസ്തഫ, ബഹുമാനപ്പെട്ട ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഇമാം ദാരിമി തങ്ങൾ തന്റെ മുസ്നദിൽ രേഖപ്പെടുത്തിയ ഒരു ഹദീസ്. വസുഫിജ മിനൽ ഹൂരിൽ ഐൻ. ഹൂർലീങ്ങളായ ഇണകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വിവാഹം ചെയ്തു കൊടുക്കുമെന്നും മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്കുക,
വെള്ളിയാഴ്ച രാവിനെ ബഹുമാനപ്പെട്ട ദുഹാൻ ഓതുക, ഇതൊരു പ്രധാനമായ സംഗതിയാണ്. വെള്ളിയാഴ്ച രാവിലെ ബഹുമാനപ്പെട്ട ദുഹാൻ ഓതുക. അസ്ബഹ മഗ്ഫൂറൻ ലഹു, നേരം വെളുക്കുമ്പോഴത്തേന് അവന്റെ സകല ദോഷവും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം സഅലബി റളിയല്ലാഹു അൻഹു മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് രേഖപ്പെടുത്തിയ മറ്റൊരു ഹദീസ്. ബഹുമാനപ്പെട്ട ആരാണ് ഹബീബിൽ നിന്ന് ഇത് ഹദീസ് കേൾക്കുന്നത്? മഹാനായ സയ്യിദ്നാ റഈസ് റുവാത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. എന്താണ് അബൂ ഹുറൈറ തങ്ങൾ പറയുന്നത്? അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖറഅ അദ്ദുഖാന ഫീ ലൈലത്തിൽ ജുമുഅ അസ്ബഹ മഗ്ഫൂറൻ ലഹു. മൻ ഖറഅ അദ്ദുഖാന ഫീ ലൈലത്തിൽ ജുമുഅ, ജുമുഅ രാത്രിയിൽ ഒരാൾ ബഹുമാനപ്പെട്ട സൂറത്തുൽ ദുഖാൻ ഓതിയാൽ അസ്ബഹ മഗ്ഫൂറൻ ലഹു, നേരം വെളുക്കുമ്പോഴത്തേന് അവന്റെ സകല ദോഷവും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മുസ്തഫ നബിയിൽ നിന്ന് കേട്ടുദ്ധരിക്കുകയാണ്. ഇമാം സഅലബി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ശ്രദ്ധിക്കുക. അത് മാത്രവുമല്ല, മഹാനായ ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയ വേറൊരു ഹദീസ്, മൻ ഖറഅ ഹാമിം അദ്ദുഖാൻ ഫീ ലൈല. ഇതുവരെ പറഞ്ഞത് ബഹുമാനപ്പെട്ട വെള്ളിയാഴ്ച രാവിലെ ഈ സൂറത്ത് ഓതുന്നതാണ്. ഇനി പറയാൻ പോകുന്ന ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു ഹദീസിലുള്ളത് ഏത് രാത്രിയും ശ്രദ്ധിക്കുക, എല്ലാ രാത്രിയും ചെയ്താലോ. മൻ ഖറഅ അദ്ദുഖാന ഫീ ലൈല, ഏത് രാത്രിയിൽ ഒരാൾ, വെള്ളിയാഴ്ച രാവ് മാത്രമല്ല, ഏത് രാത്രിയിൽ ഒരാൾ ദുഖാൻ ഓതിയാലും അസ്ബഹ യസ്തഗ്ഫിർ ലഹു 70,000 മലക്കിൻ, നേരം വെളുക്കുന്നത് വരെ യസ്തഗ്ഫിർ ലഹു 70,000 മലക്കിൻ, 70,000 മലക്കുകൾ അവന് വേണ്ടി പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്കുക, ഈ ഹദീസ് ഇമാം തിർമിദി തങ്ങൾ തന്റെ സുനനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൻ ഖറഅ അദ്ദുഖാന ഫീ ലൈല, ഏത് രാത്രി ഓതിയാലും അസ്ബഹ യസ്തഗ്ഫിർ ലഹു 70,000 മലക്കിൻ, 70,000 മലക്കുകൾ പൊറുക്കലിനെ തേടുന്നതാണ്. ആരാ മലക്കുകൾ എന്ന് നമ്മൾ ചിന്തിക്കണം. ആരാ മലക്കുകൾ? അല്ലാഹുവിന്റെ മഹത്തുക്കളായ ലാ യഅസൂനല്ലാഹ മാ അമറഹു വയഫഅലൂന മാ യുഅമറൂൻ. ഈ ആയത്തിൽ നിന്ന് വലിയൊരു ആശയം നമുക്ക് കിട്ടും. എന്ത്? ആരാ മലക്കുകൾ? ലാ യഅസൂനല്ലാഹ മാ അമറഹും, അല്ലാഹു കൽപ്പിച്ചതിനൊന്നും അവർ എതിര് ചെയ്യുകയില്ല. പിന്നെയോ വയഫഅലൂന മാ യുഅമറൂന, കൽപ്പിച്ചതിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ ഇതിൽ രണ്ടാശയമുണ്ട്. ഒന്ന്, മഅസൂമിങ്ങളായ അള്ളാഹുവിന്റെ മലക്കുകളാണ് നമുക്ക് പൊറുക്കലിനെ തേടുക, അപ്പോൾ പുറത്ത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഒന്ന്, ആരാ നമുക്ക് വേണ്ടി പൊറുക്കലിനെ തേടുന്നത്? ആരെങ്കിലും അല്ല. പിന്നെ ആരാ പൊറുക്കലിനെ തേടുന്നത്? അള്ളാഹിന്റെ മലക്കുകൾ. അള്ളാഹുവിന്റെ മലായിക്കത്ത് ആരാ? അള്ളാഹുവിന്റെ മലായിക്കത്ത് ലാ യഅസൂനല്ലാഹ മാ അമറഹും, അള്ളാഹു അവരോട് കൽപ്പിച്ചതിനൊന്നും അവരെതിരെ ചെയ്യൂല. പിന്നെ അവരാരാ? വയഫഅലൂന മാ യുഅമറൂൻ, കൽപ്പിച്ചതിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരുമാണ്. വയഫഅലൂന മാ യുഅമറൂൻ, കൽപ്പിച്ചതിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ ഇതിനൊരു ആശയമുണ്ട്. എന്താ ആശയം? നമ്മൾ ദുഖാൻ എന്ന സൂറത്ത് ബഹുമാനപ്പെട്ട ആ അധ്യായം ഏത് രാത്രിയിൽ ഓതിയാലും നമുക്ക് വേണ്ടി പൊറുക്കലിനെ തേടാൻ അള്ളാഹു മലക്കുകളോട് കൽപ്പിക്കും. 70,000 മലക്കുകളോട് കൽപ്പിക്കും. ആ അടിമയുടെ കാര്യത്തിൽ നിങ്ങൾ പ്രഭാതം വരെ ശുഗലാവുക. ആ അടിമക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും മറ്റും നിങ്ങൾ ഇരിക്കുക. അതായത് അള്ളാഹുവിനോട് ശുപാർശ ചെയ്യാനുള്ള ആ അടിമയുടെ കാര്യത്തിൽ ശുപാർശ ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല മലായികത്തിനെ ഏൽപ്പിക്കും. കാരണം അവരാരാ? വയഫഅലൂന മാ യുഅമറൂൻ. നിങ്ങൾ എന്തൊക്കെയും നമ്മൾ കടന്നുറങ്ങുമ്പോഴും 70,000 മലക്കുകൾ നമുക്ക് വേണ്ടി അള്ളാഹുവോട് ശുപാർശ ചെയ്തുകൊണ്ടേയിരിക്കും. എന്താ ശുപാർശ? മഗ്ഫിറത്ത്, പുറത്തു കൊടുക്കറബേ. ഈ അടിമ ബഹുമാനപ്പെട്ട ദുഖാനോദിയാണ് ഉറങ്ങുന്നത്. അതുകൊണ്ട് ആ അടിമക്ക് നീ പുറത്തു കൊടുക്കണമേ എന്ന് പ്രഭാതം വരെ 70,000 മലക്കുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇനി അതിന്റെ ഉള്ളിൽ വേറെയും സിറുകൾ ഉണ്ടാകും. 70,000 രഹസ്യങ്ങളുടെ രഹസ്യം അടങ്ങിയിട്ടുണ്ട്. ചിന്തിക്കണം. അപ്പോൾ ദുഖാനാണ്. നമ്മൾ മറ്റുള്ള സൂറത്ത് പറയും, അതിന്റെ പ്രത്യേകതയും കൂടുതൽ പറയും ഇൻഷാ അല്ലാഹ്. ജുമുഅ രാത്രി ഓതിയാൽ വേറൊരു ഹദീസിൽ കാണാം, സമിഅതു അൻ അബി ഉമാമത റളിയല്ലാഹു അൻ سمعت النبي صلى الله عليه وسلم من قرأ الدخان ليلة الجمعة أو يوم الجمعة, വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ ഒരാൾ ദുഖാൻ ഓതിയാൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അല്ലാഹു സ്വർഗ്ഗത്തിൽ അവനൊരു മാളിക പണിതു വെക്കുന്നതാണ് എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. عن أبي أمامة رضي الله عنه قال سمعت النبي صلى الله عليه وسلم يقول, മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയാണ്, മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ എൻ്റെ ചെവിയോണ്ട് കേട്ടിട്ടുണ്ട്. എന്താ പറഞ്ഞത്?
من قرأ حميم الدخان ليلة الجمعة جمعة രാവിനെ ഒരാൾ ദുഖാൻ സൂറത്ത് ഓതിയാൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന സ്വർഗ്ഗത്തിൽ അല്ലാഹു തആല അവനൊരു മാളിക പണിതു വെക്കുന്നതാണ് എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മഹാനായ അബൂ ഉമാമ എന്ന സ്വഹാബി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. ശ്രദ്ധിക്കണം, ഞാൻ ഈ വിഷയം ദീർഘിപ്പിക്കുന്നില്ല, ചിന്തിക്കാൻ വേണ്ടി പറയാണ്. ചില ഫളായിലുകൾ പറഞ്ഞിരുന്നു, ആ ഫളായിൽ ഒന്നുകൂടി വിശദീകരിച്ചത് എന്തിനാണ് ഒരാളും ഇത് ഒഴിവാക്കരുത്. അടിമയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവമല്ലേ അത്? ഇതിനേക്കാൾ വലിയ സന്തോഷം എന്താണ്? ഇതൊക്കെ ബഹുമാനപ്പെട്ട മഹാന്മാരായ മുഹദ്ദിസുകൾ ഇവിടെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയ കാര്യങ്ങളാണ്. അത് നമ്മൾ ചിന്തിക്കണം. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ദുഖാൻ എല്ലാ രാത്രിയിലും പാരായണം ചെയ്യണം. മാത്രമല്ല പരിശുദ്ധ ഖുർആനിന്റെ അതിന്റെ നുസൂലുമായി ബന്ധപ്പെട്ട ഒരു സൂറത്തുമാണ് ഹമീം വൽ കിതാബിൽ മുബീൻ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക ഇന്നാ കുന്നാ മുൻദിരീൻ ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം. ഇത് ഖുർആനിന്റെ നുസൂലുമായി ബന്ധപ്പെട്ട ഒരു സൂറത്തുമാണ്. അപ്പൊ അതാണ് നമ്മൾ ആ ഖുർആൻ ഇറങ്ങിയത് അനുസ്മരിക്കുകയാണ്. എല്ലാ രാത്രിയിലും നമ്മൾ ആ ഖുർആൻ ഇറങ്ങിയതൊന്ന് അനുസ്മരിക്കുക. ചില മഹത്തുക്കൾ എല്ലാ രാത്രിയിലും അലഖ് സൂറത്ത് ഓതും. ചില മഹാന്മാർ, ചില സാലിഹീങ്ങൾ. എന്തിനാണ് അലഖ് സൂറത്ത് ഓതുന്നത്? പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഭൂമിയിൽ ആദ്യം ഇറങ്ങിയ വചനങ്ങളല്ലേ. അപ്പൊ അത് എല്ലാ ദിവസവും ഓതുമ്പോഴുള്ളൊരു സന്തോഷം. എല്ലാ രാത്രിയും അങ്ങനെയുള്ള അവസ്ഥയും ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാ രാത്രിയിലും ഒന്ന് അലഖ് ഓതുക. എന്തിനാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. എല്ലാ രാത്രിയിലും ഒന്ന് അലഖോടും, ഒരു വട്ടെങ്കിലും അലഖ് സൂറത്തോടും. അതെന്തിനാ? അതൊരു പൂതി. ഭൂമിയിൽ ആദ്യമായി ഖുർആന്റെ വചനം പതിച്ചത് ഇതല്ലേ. അപ്പൊ അതിന്റെ ഒരു സന്തോഷം, അത് ഖുർആനോടുള്ള സന്തോഷമാണ്. അല്ലാഹു ആ ഭാഗ്യം നമുക്ക് തരട്ടെ. അൽഹംദുലില്ലാ. എല്ലാ രാത്രിയിലും അലഖോടുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് ഓടുന്നത് എന്ന് അവരോട് ചോദിച്ചാൽ പറയും, ഭൂമിയിൽ ആദ്യമായി പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ പതിച്ചതല്ലേ, അതിനോടുള്ള സന്തോഷം കൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്. അലഖ് സൂറത്തൊന്നോരാ ഖുർആനിൽ നിന്ന് ഭൂമിയിൽ ആദ്യം പതിച്ച വചനങ്ങളോട്. അപ്പൊ അതിനോടൊരു സന്തോഷം. ചില മഹാന്മാർ ഏത് കാര്യത്തിന് മെനക്കെടുകയാണെങ്കിലും ഖദർ സൂറത്ത് ഓതും. ഏത് കാര്യത്തിന് മെനക്കെട്ടാലും ഖദർ സൂറത്ത് ഓതും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വർ-റൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ഏത് കാര്യത്തിനും, ഒന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാണ്, ഒന്ന് വീട്ടിലേക്ക് കയറി വരികയാണ്, ഒന്ന് ഒട്ടകത്തിൽ പുറത്ത് കയറുകയാണ്, ഒന്ന് കാറിന്റെ സീറ്റിലിരിക്കുകയാണ്, എന്തിനും ഒരു ഖദർ സൂറത്ത് ഓതും. എന്തുകൊണ്ട്? പരിശുദ്ധ ഖുർആന്റെ അളമത്തും അതിന്റെ നുസൂലിന്റെ അളമത്തും പറയുന്ന അധ്യായമാണിത്. സന്തോഷം. ഖുർആനുമായി ഹൃദയത്തിന്റെയും ആത്മാവിന്റെയും ബന്ധം. 3 കാര്യമാണ് എപ്പോഴും ബന്ധപ്പെടേണ്ടത്. ഒന്ന് ശരീരം ബന്ധപ്പെടണം, ഒന്ന് ഖൽബ് ബന്ധപ്പെടണം, ഒന്ന് റൂഹ് ബന്ധപ്പെടണം. ഈ 3ന്റെയും ബന്ധം ഒരേ നിലക്കട് വന്നാൽ ആ മനുഷ്യൻ ഹിദായത്തിൽ ഉറക്കും. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. 3 കാര്യം ഒരേ സമയത്ത് ഒരേ വഴിയിൽ ബന്ധപ്പെടണം. ശരീരം, നാവ് അത് ചെയ്യുന്നു. ഹൃദയം അതിനുള്ള കാര്യങ്ങളെ സൂക്ഷിക്കുകയും സൗകര്യപ്പെടുത്തുകയും ചെയ്യുന്നു. റൂഹാകട്ടെ ആ തഖ്ദീസിലേക്ക് അവനെ നയിക്കുകയും ചെയ്യുന്നു. മനുഷ്യനിൽ 3 കാര്യങ്ങൾ അവന്റെ കാര്യങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നവന്റെ ശരീരമാണ്, ഒന്നവന്റെ ഖൽബുമാണ്, ഒന്നവന്റെ റൂഹുമാണ്. ഈ 3 കാര്യം മനുഷ്യന് ഒരേ സമയത്ത് ബന്ധപ്പെടണം. 3 കാര്യം, ആ 3 കാര്യം ഒരേ സമയത്ത് ഒരേ ദിശയിൽ ബന്ധപ്പെട്ടാലോ, അങ്ങനെ ബന്ധപ്പെട്ടാൽ മനുഷ്യനെ ഏത് കർമ്മത്തിനും ആ കർമ്മം ഇലാഹിയായ ഒരു രീതിയിൽ കൊണ്ടുവരും. അത് പിന്നെ അതവിടെ ഇൻസ്റ്റാൾ ചെയ്തത് വെച്ചതുപോലെയാകും. എന്തൊരു കാര്യം ഒന്ന് പുറത്തിറങ്ങുമ്പോഴത്തെ ശരീരം അവൻ്റെ പണിയെടുക്കും. എന്തുകൊണ്ട്? അത് കൃത്യമായി റൂഹിന്റെയും ഖൽബിന്റെയും നിയന്ത്രണം ആ ശരീരത്തിനുണ്ടാവും. എന്തൊരു കാര്യത്തിന് ഇറങ്ങുകയാണെങ്കിൽ ഖദർ സൂറത്ത് ഓതും. ഒരു യാത്ര പോവുകയാണെങ്കിൽ, ഒരു യാത്ര വരികയാണെങ്കിൽ, എന്തൊരു കാര്യത്തിനും ഏതൊരു കാര്യത്തിനും അതിന്റെ ഫളായില അനവധിയാണ്. ഏത് കാര്യത്തിനും സൂറത്തുൽ ഖദർ ഓതുക.
അതെന്തുകൊണ്ട്? അത് പരിശുദ്ധ ഖുർആനിന്റെ നുസൂലുമായി ബന്ധപ്പെട്ട അധ്യായമാണ്. അതിന്റെ അളമത്തുമാണ്. അതിന്റെ അളമത്താണ്. പരിശുദ്ധ ഖുർആന്റെ ഒരു മഹത്വം, അതിന്റെ നുസൂലിന്റെ മഹത്വം അത് പറയാണ്. അപ്പോൾ ചില മഹത്തുക്കൾ എന്ത് ചെയ്യും? മുഅ്മിനീങ്ങൾ, സാധാരണക്കാർ വരെ ഇങ്ങനെ ചെയ്യുന്നത് എന്റെ ശ്രദ്ധയിലുണ്ട്. അനവധി മഹാന്മാർ ഇതിന്റെ ഫളായിൽ പറഞ്ഞിട്ടുമുണ്ട്. അത് പിന്നീട് പറയാം. അത് നല്ല കാര്യമാണ്. ആ മനുഷ്യനൊരു പ്രത്യേക കാവലുണ്ടാകുമെന്ന് ചില മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സദാ കാര്യങ്ങളിലും ഒരു ഖദർ സൂറത്ത് ഓതുകയാണെങ്കിൽ ആ മനുഷ്യന് സദാ നേരവും അള്ളാഹുവിന്റെ ഒരു പ്രത്യേക സംരക്ഷണം ലഭിക്കുമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒരു യാത്ര പോവുകയാണെങ്കിൽ ഖദർ സൂറത്ത് ഓതാതെ ചില മഹാന്മാർ പുറത്തിറങ്ങൂല. അതെന്താ? ഖുർആനുമായുള്ളൊരു ഹൃദയബന്ധമാണത് എന്ന് പറഞ്ഞതുപോലെയാണ് ബഹുമാനപ്പെട്ട സൂറത്തു ദുഖാൻ. സൂറത്തുൽ ഖദറിൽ പറഞ്ഞ കാര്യത്തിന്റെ പ്രമേയം തന്നെയാണ് ബഹുമാനപ്പെട്ട സൂറത്തു ദുഖാനിന്റെ തുടക്കത്തിലും പറയുന്നത്. ഖദറിൽ പറഞ്ഞ പ്രമേയം തന്നെ മറ്റൊരു ശൈലിയിൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹമീം വൽ കിതാബിൽ മുബീൻ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ ഇന്നാ കുന്നാ മുൻദിരീൻ ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം. ബഹുമാനപ്പെട്ട ഖദർ സൂറത്തിൽ പറഞ്ഞിട്ടുള്ള വിഷയത്തെ പോലെയുള്ള വിഷയമാണ് ഇതിലും പറയുന്നത്. അപ്പൊ ഖുർആനിന്റെ നുസൂലുമായി ബന്ധപ്പെട്ടതാണ്. ഇനി ഈ കാര്യം എല്ലാ രാത്രിയിലും ചെയ്യുമ്പോൾ എന്താണ്? ഒരു രാത്രിയുടെ അവസാന ഭാഗത്താണല്ലോ ഖുർആൻ ഭൂമിയിലേക്ക് വരുന്നത്. അതുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇവിടെയും ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രമേയമായി തുടക്കത്തിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ അതുമായി നമ്മുടെ ഹൃദയത്തിന്റെയും മനസ്സിന്റെയും ശരീരത്തിന്റെയും ഒരു വല്ലാത്തൊരു ബന്ധം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹിദായത്തിന്റെ വഴി ഉറക്കാൻ അത് വലിയ ശ്രമമാണ്. അകക്കണ്ണ് തുറന്ന് ചിന്തിക്കണം. അകക്കണ്ണ് തുറന്ന് നോക്കിക്കേടാ. അകക്കണ്ണ് തുറന്ന് ചിന്തിച്ചവർക്കല്ലാതെ ഇതൊന്നും ഉൾക്കൊള്ളാൻ മനസ്സിലാക്കാൻ കഴിയുകയില്ല. അകക്കണ്ണ് തുറന്നിട്ട് നമ്മൾ ചിന്തിക്കണം. എന്താണ് ഇതിന്റെയൊക്കെ ഉള്ളിൽ കിടക്കുന്ന കാര്യങ്ങൾ എന്ന് നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് അത് അള്ളാഹുവിന്റെ ഒരു സന്തോഷമാണ്. നമ്മളെല്ലാ രാത്രിയിലും ദുഹാൻ ഓടുന്നു. അള്ളാഹു നമുക്ക് നൽകിയ മഹാസമ്മാനങ്ങളാണ് പരിശുദ്ധ ഖുർആനും മുത്ത് റസൂലുള്ളാഹിയും. ഇതിനേക്കാൾ വലിയ സമ്മാനം എന്ത്? അതിനേക്കാൾ വലിയ സമ്മാനമൊന്നും ഇല്ല. അതിനേക്കാൾ വലിയ ഒരു സമ്മാനവും ഇല്ല. അതിനേക്കാൾ വലിയ സമ്മാനം ഇല്ല. അത് ഏറ്റവും വലിയ സമ്മാനമാണ്. അതിനേക്കാൾ വലിയ സമ്മാനം ഇല്ല. ഏറ്റവും വലിയ സമ്മാനം ബഹുമാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന് പരിശുദ്ധ ഖുർആൻ, ഒന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ ഹബീബ റസൂലുള്ളാഹി തങ്ങളും പരിശുദ്ധ ഖുർആനുമാണ് അള്ളാഹു നൽകിയ സമ്മാനം. അപ്പൊ അതിനെക്കുറിച്ച് നമ്മളിങ്ങനെ ഓരോ രാത്രിയിലും വീണ്ടും വീണ്ടും അതങ്ങനെ പാരായണം ചെയ്യുക. അത് അള്ളാഹുവിന്റെ പ്രത്യേകമായ പൊരുത്തത്തിനും സന്തോഷത്തിനും കാരണമാകും. ഇത് നമ്മൾ സന്തോഷിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഈ ക്ലാസ്സുകളുടെ തുടക്കത്തിൽ മനസ്സിൽ അങ്ങോട്ട് ഉറപ്പിക്കുക. എന്നിട്ട് അവിടെ നിന്ന് ഞാൻ പോവുള്ളൂ. ആ സൂറത്തുകളെല്ലാം പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട അലിഫ് ലാം മീം സജദ, ബഹുമാനപ്പെട്ട സൂറത്തു ദുഖാന്, ബഹുമാനപ്പെട്ട അർ-റഹ്മാന്, ബഹുമാനപ്പെട്ട സൂറത്തുൽ വാഖിഅ, ബഹുമാനപ്പെട്ട സൂറത്തുൽ മുൽക്ക്, ഇതൊക്കെ പാരായണം ചെയ്യുന്നത് ഒരിക്കലും ഒരു രാത്രിയും ഒഴിവാക്കുകയില്ല എന്ന് ബഹുമാനപ്പെട്ട വിദ്യാർത്ഥികൾ സമ്മതിക്കുക. അതിനങ്ങോട്ട് തയ്യാറാവുക. അത് ഒരു രാത്രി പോലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കാതിരിക്കുക. എല്ലാ രാത്രിയിലും സ്ത്രീകളാകട്ടെ, അവർക്ക് ശുദ്ധിയുള്ള ദിവസങ്ങളിൽ സ്ത്രീകൾക്ക് അത് ചെയ്യണമെങ്കിൽ ശുദ്ധി വേണം. നിസ്കാരങ്ങൾ നടക്കുന്ന ദിവസങ്ങളാണ് സ്ത്രീകൾ അത് ചെയ്യേണ്ടത്. അല്ലാത്ത ദിവസം അവർ കസറത്തുൽ സ്വലാത്തി വകസറത്തുൽ അദ്കാരി വകസറത്തുൽ സ്വലാത്തി അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് അതിന് ജബറാണ്, പരിഹാരമാണ്. അവർക്ക് അശുദ്ധിയായുള്ള ദിവസങ്ങളിൽ അവർ സ്വലാത്തുമായും അദ്കാറുമായും ബന്ധപ്പെടുക. ശുദ്ധിയുള്ള ദിവസങ്ങളിൽ ഒരു ദിവസം പോലും അവർ മാറ്റി വെക്കരുത്. പുരുഷന്മാരോ എന്ത് തിരക്കാണെങ്കിലും അത് നിർവഹിച്ചുകൊണ്ടിരിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. ബഹുമാനപ്പെട്ട മക്കിയായ അധ്യായങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട സൂറത്താണ് സൂറത്തു ദുഖാന്. ബഹുമാനപ്പെട്ട ഖുർആന്റെ പ്രമേയങ്ങളിലെ ഗൗരവമായ ഒരു പ്രമേയമാണ് ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചു. അധ്യായത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഒരു ഗൗരവമായ വിഷയവുമായി ബന്ധപ്പെട്ട രൂപത്തിൽ പറയാം. ഇതെപ്പോഴും മുഅ്മിനീങ്ങൾ അതിനെക്കുറിച്ച് ജാഗരൂകരായി കൊണ്ടേയിരിക്കണം. എപ്പോഴും ജാഗരൂകരാണ്. എന്തുകൊണ്ട്? നമുക്ക് വസിക്കാനുള്ള സ്ഥലം ഇതല്ല, പരലോകമാണ്. അപ്പോൾ അതുകൊണ്ട് അവിടേക്ക് പോകാനുള്ള കാര്യങ്ങൾ നമ്മൾ ആലോചിക്കണം. ഇതൊക്കെ നശിച്ചു, ഇതൊക്കെ നശിപ്പിക്കും. ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാത യൗമ യുൻഫഖു ഫിസ്സൂരി ഫതഅ്തൂന അഫ്വാജ വഫുതിഹത്തിസ് സമാഉ ഫകാനത് അബ്വാബാ വസുയിറത്തിൽ ജിബാലു ഫകാനത് സറാബാ. ഇതുണ്ടാക്കിയ ഘട്ടത്തിൽ തന്നെ ഇത് നശിപ്പിക്കേണ്ട തീയതിയും അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. ഇത് കുറഞ്ഞ കാലഘട്ടത്തിലെ വാസമാണ് ദുനിയാവിലെ വാസം. ഒന്ന്, നമ്മൾ പെട്ടെന്ന് മരിച്ചു. രണ്ട്, ഈ പ്രപഞ്ചം പെട്ടെന്ന് മരിച്ചു. ഈ പ്രപഞ്ചവും മരിക്കും.
ഈ ദൃശ്യപ്രപഞ്ചങ്ങളൊക്കെ ഇടിച്ചു പൊളിച്ച് ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ വഅഖ്റജത്തിൽ അർദു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ, ഇതെല്ലാം ഇടിച്ചുടച്ച് തുളിയാക്കപ്പെടും. കല്ലാ ഇദാ ദുക്കത്തിൽ അർദു ദക്കൻ ദക്കൻ വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ. ഇതൊക്കെ ഇടിച്ചുടച്ച് തുളിയാക്കപ്പെടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഏറ്റവും സന്തോഷകരമായ വസിക്കാനുള്ള നാട് പരലോകമാണ്. അവിടേക്ക് ഈ പ്രപഞ്ചം നീങ്ങി അവിടേക്ക് എത്തുന്ന ദിവസം നമ്മൾ കാത്തിരിക്കണം. അതിൻ്റെ അടയാളങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ചിന്തിക്കുക, അതിൻ്റെ അടയാളങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെയാണല്ലോ ഒരുത്തൻ കല്യാണം അവനെ വിവാഹിതനാവുകയാണെങ്കിൽ ആ വിവാഹിതനാവുന്നതിൻ്റെ ഡേറ്റിനെ കുറിച്ച് അവന് കല്യാണം നിശ്ചയിച്ചു കഴിഞ്ഞാൽ ദിവസം എണ്ണുമല്ലോ. അതിൻ്റെ മുന്നൊരുക്കങ്ങളിൽ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധ ചെലുത്തുമല്ലോ. എന്നതുപോലെ ഇന്ന ലില്ലാഹി ഇബാദൻ ഫുതനാ طلقوا الدنيا وخافوا الفتنة نظروا فيها فلما علموا أنها ليست لحي وطنا جعلوها لجة واتخذوا صالح الأعمال فيها سفنا. ഇത് ഞാൻ പറയുന്നതല്ല, ഇത് ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട റിയാദുസ് സാലിഹീന്റെ ആമുഖത്തിൽ രേഖപ്പെടുത്തിയതാണ്, ഞാൻ പറഞ്ഞല്ല. ഇന്ന ലില്ലാഹി ഇബാദൻ ഫുതനാ, റിയാദുസ് സാലിഹീൻ എന്ന ഗ്രന്ഥം ആരംഭിക്കുകയാണ്. പരലോകത്തേക്കുള്ള സാദ്, പരലോകത്തേക്കുള്ള പാഠയത്തെ പറ്റിയാണ് കാര്യമായി അതിൽ ചർച്ച ചെയ്യുന്നത്. സ്വാലിഹീങ്ങളുടെ പൂന്തോപ്പുകൾ എന്നാണ് ആ ഗ്രന്ഥത്തിന്റെ പേരു തന്നെ. അതിന്റെ ആമുഖത്തിൽ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഈ ദുഖാനിന്റെ വ്യാഖ്യാനത്തിന്റെ തുടക്കത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് തമാശയല്ല, ഇത് തമ്മിൽ വലിയ ബന്ധമുണ്ട്. റിയാദുസ് സാലിഹീന്റെ ആമുഖത്തിലെ പരലോകത്തേക്കുള്ള പാഥേയം, പരലോകത്തേക്ക് എങ്ങനെയാണ് എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടത് എന്ന പാഥേയം അതേപറ്റി ചർച്ച ചെയ്യുന്ന ഗ്രന്ഥമാണ് ബഹുമാനപ്പെട്ട റിയാദുസ് സാലിഹീൻ. അതിന്റെ തുടക്കത്തിൽ മഹാനായ ഇമാം നവവി തങ്ങൾ എന്താ പറഞ്ഞത്? ഇന്ന ലില്ലാഹി ഇബാദൻ ഫുതനാ, അല്ലാഹുവിന് ബുദ്ധിമാന്മാരായ ദാസന്മാരുണ്ട്, ദാസിമാരുണ്ട്, അടിമകളുണ്ട്. അള്ളാഹുവിന് ചില ബുദ്ധിമാന്മാരായ ദാസന്മാരും ദാസികളും ഉണ്ട്. തൊല്ലഖുദ് ദുനിയാ, അവർ ദുനിയാവിനുമായുള്ള വലിയ ബന്ധത്തെ ഒഴിവാക്കും. ദുനിയാവിനെ ദൈനംദിനമായി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനും പരലോകത്തേക്കുള്ള പാഥേയം ഒരുക്കാനുമുള്ള ഒരു സൗകര്യത്തിന് അപ്പുറമുള്ള ഒരു ബന്ധമൊന്നും അവർക്ക് ദുനിയാവിനോടുണ്ടാവില്ല. ത്വലാഖ് എന്ന വാക്കാണ് അവിടെ ഇമാം നവവി തങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. റിയാദുസ് സാലിഹീന്റെ ആമുഖം. അവർ ദുനിയാവിൽ ഇങ്ങനെ വലിയ സൗകര്യങ്ങൾ കെട്ടിപ്പോക്കുക എന്നതിലാവൂല അവർ നിർവൃതി കൊള്ളുക. അവർ ദുനിയാവിനെ ത്വലാഖ് ചൊല്ലും. ദുനിയാവിലെ ഫിത്നകളെ അവർ ഭയപ്പെടുകയും ചെയ്യും. ദുനിയാവ് ഒരു മനുഷ്യന്റെ ഹൃദയവുമായി ബന്ധപ്പെട്ടാൽ അവന്റെ വ്യക്തി ജീവിതത്തിൽ നാശമുണ്ടാകുമെന്ന ഫിത്നയാണ് ഏറ്റവും വലിയ ഫിത്ന. നാട്ടിലെ ഫിത്നയല്ല, സ്വന്തത്തിൽ ഉണ്ടാകുന്ന ഫിത്നയാണ് ഏറ്റവും വലിയ ഫിത്ന. ഞാൻ നശിച്ചു പോകുമോ എന്ന കാര്യത്തിൽ അവർ വലിയ വേവലാതിയിലും വലിയ ബേജാറിലുമായിരിക്കും. അവർ ദുനിയാവിൽ ആഴത്തിൽ ആലോചിക്കും. എന്നിട്ടോ ഇത് ദുനിയാവിൽ ജീവിക്കാൻ പറ്റിയ സ്ഥലം ഇതല്ല. ജീവിക്കാൻ പറ്റിയ സ്ഥലം വേറെയാണ്. യഖൂലു യാ ലൈതനി ഖദ്ദംതു ലിഹയാതി എന്ന് പറഞ്ഞിട്ടില്ലേ സൂറത്തുൽ ഫജ്റിന്റെ അവസാന ഭാഗത്ത്? ജീവിക്കാൻ പറ്റിയ സ്ഥലം അവിടെയാണ്. യഖൂലു യാ ലൈതനി ഖദ്ദംതു ലിഹയാതി, എനിക്ക് ജീവിക്കാനുള്ള പാഥയം ഒരുക്കി പോരാമായിരുന്നല്ലോ എന്നവർ പറയും. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. എന്തിനാ അവിടെ ദുഖാന്റെ പ്രമേയവും പരലോകത്തേക്കുള്ള സാധനം ഒരുക്കുക എന്നുള്ളതാണ്. അന്ത്യനാളിന്റെ അടയാളം അവിടെ പറയുന്നത് എന്തിനാണ് അന്ത്യനാളിന്റെ അടയാളം പറയുന്നത്? ആ വടി പൊട്ടിക്കാൻ നമ്മൾ കുറച്ച് കരിമരുന്നൊരുക്കാനല്ല. പിന്നെന്തിന്? നമ്മളെ പണി വേഗമാക്കണം. സംഭവം കഴിഞ്ഞ് നമ്മളെ പണി വേഗമാക്കണം. നമ്മൾ അധ്വാനം വളരെ കൂടുതൽ ക്വിക്കിലി, വളരെ ഫാസ്റ്റായി നമ്മൾ അധ്വാനിക്കണം. വളരെ വളരെ ഫാസ്റ്റായി അധ്വാനിക്കണം. എന്തുകൊണ്ട്? സമയം കഴിഞ്ഞ്. ഇത് അങ്ങനെ പാർക്കാൻ പറ്റിയ സ്ഥലമല്ല. ഇതെന്താണ്? ഇത് പ്രയാസങ്ങളുടെ ലോകമാണ്, ടെൻഷന്റെ ലോകമാണ്. ഇത് പ്രയാസങ്ങളുടെ ലോകമാണ്. എത്ര നന്മയാണെങ്കിലും എത്രയാണെങ്കിലും മനുഷ്യന് കുറ്റം തീരൂല. കുറ്റപ്പെടുത്താൻ ആളുണ്ടാവൂ. കുറ്റപ്പെടുത്തലിന്റെ നടുവിലാണ് അവൻ ജീവിക്കുക. എത്രമേൽ നന്മ ചെയ്തോ അത്രയും മേൽ അവൻ കുറ്റപ്പെടുത്തപ്പെടും.
അതൊന്നും വിഷയമുള്ള കാര്യമല്ല. അവൻ എന്ത് ചെയ്യണം? അവൻ അള്ളാന്റെ അവന്റെ സായുജ്യം അവന്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ അവന്റെ റബ്ബിന്റെ ഹളറത്താണ്. സ്വർഗത്തിലെ സൗകര്യങ്ങളെ ആരോ നിസ്സാരവൽക്കരിക്കുന്നത് കേട്ടു. സ്വർഗത്തിലെ സൗകര്യം അതൊന്നുമല്ല, സ്രഷ്ടാവിന്റെ സമീപമാണ്. നിങ്ങൾ ആഴത്തിലേക്ക് ഇറങ്ങി ചിന്തിച്ചില്ല, നിങ്ങൾ പഠിക്കേണ്ടത് പഠിച്ചില്ല. ഒരാമുഖം വന്നൊരു സർക്കസിന്റെ ചെണ്ടമുട്ടൽ കണ്ടപ്പോഴത്തേന് ചെണ്ടയാണോ സർക്കസ് എന്ന് വിചാരിച്ച വിഡ്ഢിയെ പോലെയാണ് ചില മാഷന്മാർ സ്വർഗത്തെ കണ്ടിട്ടുള്ളത്. എന്താണ് സൃഷ്ടിയുടെ സായുജ്യം? സ്രഷ്ടാവിന്റെ സാമീപ്യമാണ്. സൃഷ്ടിയാണെന്ന് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ സൃഷ്ടിയുടെ സായുജ്യം സ്രഷ്ടാവിന്റെ സാമീപ്യമാണ്. അതിനേക്കാൾ എന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിലെത്തിയ അള്ളാഹുവിന്റെ അടിമകൾക്ക് സൗകര്യമൊന്നും വിഷയാവില്ല. അവർക്ക് അള്ളാഹുവിന്റെ സാമീപ്യത്തെക്കാൾ വലിയ സംഗതി ഉണ്ടാവില്ല. അവരെന്ത് ചെയ്ത് ഈ ദുനിയാവാകുന്ന ആഴക്കടലിനെ അവർ മനസ്സിലാക്കി ഇതൊരു ആഴക്കടലാണ്. അപ്പോൾ അവരെന്ത് ചെയ്ത് ഇത് പാർക്കാൻ പറ്റിയ സ്ഥലമല്ല എന്ന് മനസ്സിലാക്കി. എന്നിട്ട് അവരെന്ത് ചെയ്തു? അവർ പരമാവധി സ്വാലിഹായ അമലുകളെ സ്വരൂപിക്കുന്ന പണിയെടുത്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇത് താമസിക്കാനുള്ള നാടല്ല നമുക്ക് ഉറപ്പായി. പിന്നെ പോകാനായിട്ടുണ്ടോ പ്രപഞ്ചം എന്ന അടയാളങ്ങൾ? അത് നമ്മളെക്കാൾ അറിയുന്ന ആരുമില്ല. നമുക്കതറിയാം അതിന്റെ കാര്യങ്ങൾ. ഇന്ന് നമ്മളെപ്പോലെ അതറിയുന്നവർ ആരുമില്ല. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു മുസ്നദിൽ രേഖപ്പെടുത്തുകയാണ്, ലാ തഖുമു സാഅ ഹത്താ യുൽതമസ റജുലു മിൻ അസ്ഹാബി കമാ തുൽതമസു അല്ലാ ഫലാ യുജദു. ലാ തഖുമു സാഅ ഹത്താ യുൽതമസ റജുലു മിൻ അസ്ഹാബി. എന്റെ സ്വഹാബികളെ അന്വേഷിക്കപ്പെടുന്നത് വരെ അന്ത്യനാൾ സംഭവിക്കുകയില്ല. അഥവാ എന്റെ സ്വഹാബികൾ ഭൂമിയിലുണ്ടെങ്കിൽ, മനുഷ്യരായ എന്റെ സ്വഹാബികൾ അവർ ഈ ഭൂമിയിലുണ്ടെങ്കിൽ അന്ത്യനാൾ സംഭവിക്കുകയില്ല. സ്വഹാബികൾ ഞാൻ എന്റെ സ്വഹാബികൾ, ആ സ്വഹാബികൾ ഈ ഭൂമിയിലുണ്ടെങ്കിൽ അന്ത്യനാൾ സംഭവിക്കുകയില്ല. അവർ അന്വേഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. അതായത് ഒരു നഷ്ടപ്പെട്ട മുതലിനെ ഒരാൾ അന്വേഷിക്കുന്നത് പോലെ അന്വേഷിച്ചു കൊണ്ടേയിരിക്കും. സ്വഹാബികളെ കിട്ടാനുണ്ടോ? അപ്പോൾ സ്വഹാബികളെ കിട്ടുകയുമില്ല. അപ്പൊ സ്വഹാബികൾ ഈ ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ തന്നെ ഖിയാമത്ത് നാളിന്റെ അവസരമായി. ഖിയാമത്ത് നാളിന്റെ അടയാളാണ്. സഹാബികളൊക്കെ മരിച്ചു കഴിയുക. എന്തായാലും പറയാം. അപ്പൊ എത്ര കാലമായി? അപ്പോൾ 1300 കൊല്ലമായില്ലേ ഖിയാമത്ത് നാളിന്റെ അടയാളം വന്നിട്ട്. എന്റെ സ്വഹാബികളെ അന്വേഷിക്കപ്പെടും. ലാ തഖുമു സാഅ ഹത്താ യുൽതമസ റജുലു മിൻ അസ്ഹാബി കമാ തുൽതമസു അല്ലാ. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു തന്റെ മുസ്നദിൽ രേഖപ്പെടുത്തിയതാണ്. അന്വേഷിച്ചുകൊണ്ടേയിരിക്കും എവിടെയെങ്കിലും സ്വഹാബികളെ കിട്ടാണ്ടോ? ഇല്ല, സ്വഹാബികളില്ല. സ്വഹാബികളൊക്കെ മരിച്ചുപോയി റളിയല്ലാഹു അൻഹു. അപ്പോൾ എത്ര കാലമായി ഉദ്ഘാടനം തുടങ്ങിയിട്ട്? അപ്പോൾ എൻ്റെ സ്വഹാബികൾ ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു പോയാൽ തന്നെ നിങ്ങൾ ഭയപ്പെടണം, നിങ്ങൾ ഒരുങ്ങണം. എന്നിട്ട് 1300 ചില്ലാനം കൊല്ലം കഴിഞ്ഞു. അപ്പൊ ഇത്ര അവസ്ഥ എന്താ? عن حذيفة رضي الله عنه قال أول الفتن قتل عثمان وآخرها خروج الدجال. أول الفتن കുഴപ്പങ്ങളിൽ ആദ്യത്തെ കുഴപ്പം, അന്ത്യനാൾ കുഴപ്പങ്ങൾക്ക് ശേഷമാണ് ഉണ്ടാവുക. അവ്വലുൽ ഫിതനി ഖത്ലു ഉസ്മാൻ. കുഴപ്പങ്ങളിൽ ആദ്യത്തെ കുഴപ്പം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊല ചെയ്യപ്പെടലാണ്. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൊല ചെയ്യപ്പെടുക. ചിന്തിച്ചു നോക്കൂ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കൊല ചെയ്യപ്പെടലാണ് കുഴപ്പങ്ങളിൽ. ഖിയാമത്ത് നാൾ കുഴപ്പങ്ങൾക്ക് ശേഷം ഉണ്ടാവുക. ആദ്യത്തെ കുഴപ്പം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൊല ചെയ്യപ്പെടലാണ്. വആഖിറുഹാ ഖുറൂജു ദജ്ജാൽ. അവസാനത്തെ കുഴപ്പമോ ദജ്ജാൽ പുറത്തു വരലുമാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഫിത്നകളിലെ ആദ്യത്തെ ഫിത്ന, കുഴപ്പങ്ങളുടെ വലിയ ഘടകഠോരമായ കുഴപ്പങ്ങൾക്ക് ശേഷമാണ് അന്ത്യനാൾ സംഭവിക്കുക. അതിൽ ആദ്യത്തെ കുഴപ്പം ഏതാണ്? അത് ഖത്ലു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ കൊല ചെയ്യപ്പെടലാണ്. മഹാനായ ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹുവിന്റെ സ്വഭാവം ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ടവർ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അന്ത്യനാളിനെ കുറിച്ച് ധാരാളം ചോദിച്ച സ്വഹാബിയാണ് മഹാനായ സയ്യിദുനാ ഹുദൈഫ റളിയല്ലാഹു അൻഹു. മഹാനായ സയ്യിദുനാ നുഅയ്മ ബിൻ അഹ്മദ് റളിയല്ലാഹു അൻഹു കിതാബുൽ ഫിതനിൽ രേഖപ്പെടുത്തുന്ന അനവധി ഹദീസുകൾ കാണാം. അതിന്റെ റിപ്പോർട്ടർമാരിൽ പ്രധാനി മഹാനായ സയ്യിദുനാ ഹുദൈഫ എന്ന ഈ സ്വഹാബിയാണ് റളിയല്ലാഹു അൻഹു.
എന്തുകൊണ്ട്? ആളുകളെല്ലാം ഹബീബായ നബിയോട് ഖൈറിനെ പറ്റി ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഷെറിനെ പറ്റിയാണ് ചോദിച്ചത്. കാരണം ഖൈർ എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഷെറിനെ പറ്റി ചോദിക്കണം. ഷെറല്ലേ ഭയാനകം, ഷെറാണല്ലോ സൂക്ഷിക്കേണ്ടത് എന്നതുകൊണ്ട് ഞാൻ എപ്പോഴും കുന്തു അസ്അലുൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അനി ശർരി. ഞാൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എപ്പോഴും ഷെറിനെ പറ്റിയാണ് ചോദിച്ചു കൊണ്ടിരുന്നത് എന്ന് മഹാനായ സയ്യിദുനാ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്ന വചനം മഹാനായ നുഅയ്മ ബിൻ ഹംബാദ് റളിയല്ലാഹു അൻഹു കിതാബുൽ ഫിതനിന്റെ ആമുഖത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കുഴപ്പം ഏതാ? ആ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒന്നാമത്തെ കുഴപ്പം ഖത്ലുൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കൊല ചെയ്യപ്പെട്ടതാണ്. വആഖിറുഹാ ഖുറൂജുദ് ദജ്ജാൽ. അവസാനത്തെ കുഴപ്പമാകട്ടെ ഖിയാമത്ത് നാളിന്റെ അടയാളത്തിൽ അവസാനത്തെ കുഴപ്പം ഖുറൂജുദ് ദജ്ജാൽ, ദജ്ജാൽ പുറത്തു വരലാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതിന് കൊലയാണെങ്കിൽ ഇവിടെ എന്താണ്? ഇവിടെ ഖുറൂജുദ് ദജ്ജാലിന് ശേഷം പിന്നെ സംഭവങ്ങളില്ലേ? ഇവിടെ എന്താണ്? ഇവിടെ ഇത് തമ്മിൽ താതാത്മ്യപ്പെട്ട് പറയാനുള്ള കാരണം എന്താണ്? ഒരു കൊലയാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ എന്ന് നടന്നിട്ടുള്ളതെങ്കിൽ അതുപോലത്തെ കൊലയാണ് ഖുറൂജുദ് ദജ്ജാലിലും ഉണ്ടാവുക. ദജ്ജാൽ പുറത്തു എന്നതോടുകൂടെ ലക്ഷക്കണക്കായ ആളുകൾ കൊല ചെയ്യപ്പെടും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലെങ്കിലും ഇന്ന് കൊല എന്നത് മനുഷ്യന് ഒരു വിഷയമല്ല. അതിൻ്റെയൊക്കെ അവസരം ഇതാ ഒരുങ്ങിക്കഴിഞ്ഞു. കൊല ഇന്ന് മനുഷ്യന് ഒരു വിഷയമല്ല. കൊല മനുഷ്യന് ഇന്ന് വിഷയമല്ല. ഒരു പൂച്ചയെ കൊല്ലുന്ന ലാഘവം അതുപോലല്ല. ഒരു പൂച്ചയെ കൊന്നാലും ശബ്ദിക്കാൻ ആളുണ്ടാവും, ഒരു പട്ടിയെ കൊന്നാൽ സംസാരിക്കാൻ ആളുണ്ടാവും, ഒരു ആന ചെരിഞ്ഞാൽ പറയാൻ ഇവിടെ പരിസ്ഥിതിവാദികൾ ഉണ്ടാവും. എന്നാൽ മനുഷ്യൻ കൊല ചെയ്യപ്പെട്ടാൽ അവരുടെ മൂക്കിന്റെ താഴെ മനുഷ്യൻ കൊല ചെയ്യപ്പെട്ടവരുണ്ടില്ല. ഏതോ നാട്ടിലൊരു ആന ചെരിഞ്ഞാൽ ഏതോ നാട്ടിലുള്ള ആളുകളും സംസാരിക്കും. സ്വന്തം വീട്ടിന്റെ പരിസരത്ത് വരെ മനുഷ്യൻ കൊല ചെയ്യപ്പെട്ടാലും മിണ്ടൂല. മനുഷ്യനെ ചുട്ടു വന്നാൽ മിണ്ടൂല. മനുഷ്യനെ കാറിലേക്ക് എറിഞ്ഞിട്ട് കാറടക്കം ചുട്ടു വന്നാലോ അങ്ങനത്തെ സംഭവങ്ങളും ഉണ്ടായില്ലേ പല നാടുകളിലും? മിണ്ടൂല, അതൊന്നും ഒരു മിണ്ടൂല. എന്തുകൊണ്ട്? എവിടെയും കൊലയായിരിക്കും, എവിടെയും കൊലയായിരിക്കും. മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് റഹ്മത്ത് എടുത്തു പോവും. മനുഷ്യന്റെ ഹൃദയത്തിൽ കാരുണ്യം ഉണ്ടാവുകയില്ല. മനുഷ്യന്റെ ഹൃദയത്തിൽ കരുണയുണ്ടാവുകയില്ല. 10 പൈസക്കും മനുഷ്യൻ കൊല്ലും. 3 റുപ്യക്ക് വേണ്ടി കൊന്ന സംഭവം നമ്മുടെ മലയാളക്കരയിൽ ഉണ്ടായിട്ടുണ്ട് ഈ അടുത്ത കാലത്ത്. 3 റുപ്യക്ക് വേണ്ടി കൊന്നു ഒരാളെ 3 റുപ്യക്ക് വേണ്ടി കൊന്ന സംഭവങ്ങൾ നമ്മൾ പത്രത്തിൽ വായിച്ചു. ഒരു കാൽച്ചായിട്ടില്ല 3 റുപ്യക്ക്, അതിനു വേണ്ടിയും കൊന്നു. എന്തുകൊണ്ട്? എന്നിട്ട് ആരും വർത്താനം പറഞ്ഞില്ല. അതൊന്നും മനുഷ്യ വിഷയമല്ല, അതൊന്നും പ്രശ്നമില്ല. എന്താ മനുഷ്യന് സംഭവിക്കുന്നത്? ചരിത്രം കണ്ട ദുരന്തങ്ങളിൽപ്പെട്ട ദുരന്തമാണ് വിമാന ദുരന്തങ്ങൾ. വിമാന ദുരന്തം പോലെ ദാരുണമായ ദുരന്തം എന്താണ്? അപ്പോഴും മനുഷ്യൻ വർഗീയതയുടെ പക തീർക്കണം നോക്കിയത്. എന്തൊരു കാലമാണ് വന്നിട്ടുള്ളത് പടച്ചവനെ. മലയാളമേ ലജ്ജിക്കുക. എന്തൊരു കാലമാണ് ഈ വന്നിട്ടുള്ളത്, എന്തൊരു ആപത്താണ് ഈ വന്നിട്ടുള്ളത്. ആ രാത്രിയും നമ്മൾ വർഗീയമായി സംസാരിച്ചു. ദുരന്തമേ ദുരന്തം, ഇത് ദുരന്തമാണ്. ലോകത്തെ ഏറ്റവും വലിയ മാനവികതയുടെ മാതൃക കാട്ടിയ രാജ്യമാണ് ഭാരതം. ആദിമ മനുഷ്യന്റെ ഭൂമിയാണ് ഭാരതം. നന്മയുള്ള താപസന്മാരും ഋഷികളും സൂഫികളും കഴിഞ്ഞു പോയ നാടാണ് ഭാരതം. പുണ്യപ്രവാചകന്മാർ പുകഴ്ത്തിയ നാടാണ് ഭാരതം. ആ നാട്ടിലാണ് ആ രാത്രി മനുഷ്യൻ വർഗീയമായി സംസാരിക്കുന്നത്. 1400 കൊല്ലം മുമ്പ് പുണ്യ റസൂൽ മുസ്തഫ തങ്ങൾ പറഞ്ഞ് ഹൃദയങ്ങളിൽ നിന്ന് റഹ്മത്ത് എടുത്തു പോകുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. മനുഷ്യന്റെ ഹൃദയത്തിൽ കരുണ എന്ന ഒരു സാധനം തന്നെ ഉണ്ടാവില്ല. കരുണ മനുഷ്യന്റെ ഹൃദയത്തിലേ ഉണ്ടാവില്ല. കരുണയില്ല, കനിവില്ല. കനിവില്ലാത്തവൻ എന്ത് മനുഷ്യൻ? ജീവികൾക്ക് പോലും കനിവുണ്ട്. എത്ര ജീവികൾക്ക് കനിവുണ്ട്? കനിവില്ലാത്തൊരു ജീവിയുണ്ടോ? ഇവിടെ എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു ഖിയാമത്ത് നാളിന്റെ അടയാളം പറഞ്ഞെടുത്ത് ഖത്ലുൽ ഉസ്മാൻ അവലായിട്ടും ഖുറൂജുദ് ദജ്ജാലിനെ ആഖിറായിട്ടും പറയാനുള്ള കാരണം ഏറ്റവും ധർമ്മനിഷ്ഠനായ മഹാനായിരുന്നു സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. റഅയ്തു ഫീ ബാബിൽ ജന്നതി മക്തൂബൻ ബിഇസ്മി ഉസ്മാൻ. ഉസ്മാൻ ബിൻ അഫ്ഫാനിന്റെ നാമം ഉല്ലേഖനം ചെയ്യപ്പെട്ടത് സ്വർഗത്തിന്റെ കവാടത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പുണ്യ മുഹമ്മദ് മുസ്തഫ. അത്രയും വലിയ ധർമ്മനിഷ്ഠനായ മഹാനാണ് സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ധർമ്മനിഷ്ഠൻ, നിഷ്ഠൂരമായി ഒരു അവകാശവും ആ രക്തത്തിൽ തൊടാൻ ആർക്കും അധികാരമില്ല. അത്രയും സത്യസന്ധനും മഹാനുമായ ഈ ധർമ്മനിഷ്ഠനായ മഹാൻ, ആ മഹാൻ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെടുക. ധർമ്മനിഷ്ഠൻ കൊല ചെയ്യപ്പെടുക. പിന്നെ പറഞ്ഞത് എന്താണ് ഇത് തമ്മിലുള്ള ബന്ധം? ദജ്ജാൽ പുറപ്പെട്ടാലും അത് തന്നെ സംഭവിക്കും. ദജ്ജാൽ പുറപ്പെടാനായാലും അത് തന്നെ സംഭവിക്കും. ദജ്ജാൽ പുറപ്പെട്ടാലും അത് സംഭവിക്കും.
ദജ്ജാൽ പുറപ്പെടാനായാലും അത് സംഭവിക്കും. ധർമ്മനിഷ്ഠയുള്ള നിരപരാധികളായ ആളുകൾ കൊല ചെയ്യപ്പെടും. അവർ സ്വന്തം വീടുകളിൽ പോലും കൊല ചെയ്യപ്പെടാം. തല കാത്തിരക്ഷിക്കട്ടെ. അതാണ് പറഞ്ഞത്. സ്വന്തം വീട്ടിൽ നിരപരാധിയായ ധർമ്മനിഷ്ഠരുടെ നേതാവ് കൊല ചെയ്യപ്പെട്ടതാണ് ഖിയാമത്ത് നാളിന്റെ ഫിത്തനകളിൽ ആദ്യത്തെ ഫിത്തനാണ് സയ്യിദുനാ ഹുദൈഫ റളിയല്ലാഹു അൻഹു. ഞാന് ദുനിയാവിലുണ്ടാകുന്ന പ്രയാസങ്ങളെക്കുറിച്ചും ആപത്തുകളെയും ഫിത്തനകളെയും കുറിച്ച് ഹബീബാ റസൂലുള്ളാഹിയോട് കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ സയ്യിദുനാ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നു, കുഴപ്പങ്ങളിലെ ആദ്യത്തെ കുഴപ്പം നിരപരാധിയും ധർമ്മനിഷ്ഠനുമായ സയ്യിദുനാ ഉസ്മാൻ സ്വന്തം വീട്ടിൽ കൊല ചെയ്യപ്പെട്ടതാണെങ്കിൽ ആഖിറുഹാ ഖുറൂജുദ് ദജ്ജാൽ. എന്താ തമ്മിൽ ബന്ധം? ദജ്ജാൽ കഴിഞ്ഞിട്ട് പിന്നെയും ഖിയാമത്ത് നാളിന് അടയാളമൊക്കെ ഉണ്ടല്ലോ. പിന്നെയും ഖിയാമത്ത് നാളിന് അടയാളമുണ്ടല്ലോ. ദജ്ജാലും ഇറങ്ങിയതിന് ശേഷമാണല്ലോ ബഹുമാനപ്പെട്ട ഈസാ നബി വരിക. അപ്പോൾ പിന്നെ ഇവിടെ ദജ്ജാലാണ് ആഖിറുഹാ എന്ന് പറയാനുള്ള കാരണം എന്താ? ദജ്ജാൽ ഇറങ്ങാനായി കഴിഞ്ഞാലും ദജ്ജാൽ ഇറങ്ങിയാലും സ്വന്തം വീടുകളിൽ പോലും ധർമ്മനിഷ്ഠർ കൊല ചെയ്യപ്പെടും. നിരപരാധരായ ഒരാളോടും അക്രമം ചെയ്തിട്ടില്ലാത്ത ധാർമ്മികമായി ജീവിക്കുന്ന സത്യസന്ധരായ ആളുകൾ സ്വന്തം വീട്ടിന്റെ അകത്തളങ്ങളിൽ പോലും കൊല ചെയ്യപ്പെടും. ഈ സാഹചര്യം ഉണ്ടാകും ലോകത്ത്. ദജ്ജാൽ വന്നു കഴിഞ്ഞാൽ അതിന് സൗകര്യം ഒരുക്കും. ദജ്ജാലാണ് അതിന്റെ എല്ലാം ആളുകൾ. ലോകത്ത് സഫഖുദ്ദിമാ, രക്തച്ചൊരിച്ചിലുണ്ടാക്കുക എന്നതിന്റെ പിന്നിൽ പിശാചുക്കൾക്ക് വലിയ ബന്ധമുണ്ട്. മനുഷ്യരക്തം ചിന്തിയാൽ മാത്രമേ പിശാചിന് സുഖമുണ്ടാകൂ. മഹാനായ സയ്യിദുനാ ഹബീൽ റളിയല്ലാഹു അൻഹുവിന്റെ രക്തം ചിന്തിയില്ലേ? ആരാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്? പിശാച് തലേ കയറിക്കൂടി. ആർക്ക്? ഹാബീലിന്. ആദ്യത്തെ രക്തചിന്തലിന്റെ പിന്നിൽ ആരാണ്? പിശാച്. സ്വർഗത്തിൽ നിന്ന് മനുഷ്യനെ ഇറക്കിയവൻ പിശാച്. ആധമവികാരങ്ങൾക്ക് മനുഷ്യനെ അടിമപ്പെടുത്തിയവൻ പിശാച്. ആദ്യത്തെ ധർമ്മനിഷ്ഠനായ സത്യസന്ധന്റെ രക്തം കൊണ്ട് ഭൂമിയെ രക്തക്കര പുരട്ടിയതിൽ അതിന്റെ ആദ്യത്തെ കാരണക്കാരൻ പിശാച്. ഈ പിശാചിന് മനസ്സിന് സുഖമുണ്ടാവണമെങ്കിൽ എന്ത് വേണം? മനുഷ്യരാകുന്ന ധർമ്മനിഷ്ഠരായ മനുഷ്യരുടെ ചോര കൊണ്ട് ഭൂമിയെ പങ്കിലമാക്കണം. ഭൂമിയെ ധർമ്മനിഷ്ഠരായ നല്ല മനുഷ്യരുടെ രക്തം കൊണ്ട് ഭൂമിയെ ചെഞ്ചായമണിയിച്ചാൽ മാത്രമേ പിശാചിന് സുഖമുണ്ടാകൂ. ആ പ്രവർത്തനം പിശാച് നടത്തിക്കൊണ്ടിരിക്കും. അതാണ് നമ്മൾ ഇവിടെ ദുഹാൻ പഠിക്കാൻ പോവുകയാണ്. ഇതിന്റെയൊക്കെ സമയം അടുത്തു കഴിഞ്ഞു. നമ്മളൊക്കെ ജീവിക്കുന്ന കാലത്ത് തന്നെ ദജ്ജാൽ ഇറങ്ങുമോ എന്ന് സംശയിക്കണം. ഈ സൂറത്ത് പഠിക്കുന്നതിൽ വലിയ പ്രസക്തിയുണ്ട്. നമ്മളൊക്കെ ജീവിക്കുന്ന കാലത്തു തന്നെ ദജ്ജാൽ ഇറങ്ങുമോ എന്ന് സംശയിക്കണം. അത്രയും ഭയാനകമായ സാഹചര്യം ലോകത്തൊരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദജ്ജാലിനുള്ള എല്ലാ വഴികളും തുറന്നിട്ടിരിക്കുന്നു. ദജ്ജാലിനെ പ്രേമിക്കുന്നവരിതാ സൗകര്യം പാർത്തു കഴിയുന്നു. ദജ്ജാലിന്റെ പ്രേമികൾ നാടുകളിൽ വിടയാടുന്നു. ഭൂമിയുടെ ഏത് രാജ്യങ്ങളും ഇന്ന് അവർ അടക്കി വാണുകൊണ്ടേയിരിക്കുന്നു. എല്ലാ അധികാരങ്ങളും ലോകരാജ്യങ്ങളിൽ അവരുടെ കയ്യിലെത്തിയിരിക്കുന്നു. ആരുടെ ആളുകൾ? ദജ്ജാലിന്റെ ആളുകൾ. ധർമ്മത്തിന്റെ എതിരാളികൾ, ദജ്ജാലിന്റെ ആളുകൾ. അവർ ലോകത്ത് ഇന്ന് അവരുടെ അധികാര ദണ്ഡും ഉപയോഗിച്ചത് ധർമ്മത്തെ നശിപ്പിക്കാനുള്ള എല്ലാവിധ ശ്രമവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജാതിമതഭേദമന്യേ നിരപരാധികൾ കൊല ചെയ്യപ്പെടാൻ ഒരു മടിയും ആർക്കുമില്ല. കനിവും കരുണയും മാനവ സമൂഹത്തിൽ നിന്ന് മരീചികയായി നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഈ പഠനത്തിന് വലിയ പ്രസക്തിയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ അതിന്റെ ചില ഏടുകൾ നമ്മൾ തുറക്കും. അതിന്റെ ആയത്തുകൾക്കനുസരിച്ച് 10ാമത്തെ ആയത്തിലാണ് അന്ത്യനാളിന്റെ അടയാളങ്ങളെ ഗൗരവമായി പറയുന്ന ഭാഗം. അവിടെ വിശദമായി ചർച്ച നടക്കും. ഇൻഷാ അല്ലാഹ് നമുക്ക് തൗഫീഖ് നൽകട്ടെ.